ഇനി പോരാട്ടയും ബീഫും തിന്നതിന്റെ കുന്തളിപ്പ് അരങ്ങേറുന്നു ഉർവശി തിയേറ്റേഴ്സ്. ചോര കണ്ട് അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലെ എനിക്ക് എന്റെ നെയ്സറി സ്കൂൾ പോലെയാ ലേ റാഷി. ഇരുമ്പ് തൊടാൻ പാടില്ല. ഇരുമ്പ് പിടിമേല പിടിച്ചു പണത്തിക്കാക്കി എന്നെ മറന്നിട്ട് അവ കൂടെ പോയിട്ട് കൃഷ്ണന്റെ മറ്റേതാണ് എന്താ ഇങ്ങനെ കറക്കല്ലോ. അത് വേണ്ട, എനിക്ക് വരില്ലടാ, ഇവന്റെ എനിക്ക് വരുള്ളൂ. ഇതൊക്കെ ഏത് മുടണാവോ ഒരു 1-1.5 സൈക്കോ ആണ്. അങ്ങനെ മാക്സിമം വലിച്ചോ. അവന്റെ കാല് അകത്തി നോക്കിയ കാല് രണ്ടു ഭാഗത്ത് കാലിന്റെ തോളത്താവന്റെ കാല്. ഒരു കാല് ഓന് കൈ കൊടുക്കും. ആരെ? സാവിത്തിന്റെ. വൈഡാവും നോക്കിയേ. വൈഡോ? ഇതൊക്കെ ഏത് മുടണാവോ ഒരു 1-1.5 സൈക്കോ ആണ്. പൊട്ടിച്ച് കഴിയും. ഞാൻ മൂടാണ്. ഞാൻ എന്റെ ചെങ്ങായിമാരെ അടിപിടി കണ്ടിട്ടുണ്ടോ ഇങ്ങൾ? ഇതാ കണ്ടോളി നല്ല ചങ് പൊട്ടന ഇടി. അടി മോനെ അടി അടി അടി. എന്താ അടി? ഒരു ആവശ്യവും ഇല്ല, വെറുതെ പോകുന്ന വയ്യാവേലി കിടന്നു വാങ്ങിക്കുന്നു. കേരി മെഴുകട ഗോപാല. മല്ലൻ റാഷിയെ ആർക്കും തല്ലി തോൽപ്പിക്കാൻ കഴിയില്ലടാ പട്ടികളെ എന്ന് സ്വന്തം റാഷി. ലേ വിഷ്ണു എന്റെ ഒരു കൈ എവിടെ? ഇതിനൊക്കെ എന്താ പറയാതിന്നത്? എല്ലിന്റെ ഇടയിൽ തുടങ്ങാത്തത് കൊണ്ടാണ്. അടിപിടിയൊക്കെ കഴിഞ്ഞ് സീരീസേ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒന്നും മനസ്സിലായില്ലെങ്കിലും ചുമ്മാ ഇരുന്നു കേൾക്കുന്നു. പിന്നെ നേരം വെളുത്തു ഫായിസ് ഫോൺ കാണുന്നു. എല്ലാരും സൈറ്റിക്ക് പോയി. പിന്നെ ചായ കുടിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. പിന്നെ റാഷിയെ കണ്ട്